എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ആക്ച്വലി എനിക്കൊരു 4-5 ഡേയ്സ് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായിരുന്നു. നല്ല ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. സത്യം നല്ല ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അങ്ങനെ ഇന്നലെ ഈവനിങ് ആണ് ഞാനൊന്ന് ഫ്രീ ആയത്. ഇന്നലെ ഈവനിങ് ഫ്രീ ആയതിനു ശേഷം ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. ഇന്ന് രാവിലെ ഒരു 11:20 ഒക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് എനിക്ക് വീണ്ടും ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, ലൈക്ക് ഇന്നും കൂടെ നമ്മൾ കിടന്ന് ഉറങ്ങിക്കാൻ ആകെ ഇന്നത്തെ ഡേ ഭയങ്കര മൂടിയായിട്ട് തോന്നും. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, എനിക്ക് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഉറങ്ങി തീർക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്ലാൻ ചെയ്യാം. ലെറ്റ്സ് ഗോ ഫോർ എ സോളോ ഡേറ്റ് വിത്ത് മൈ സെൽഫ് എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ കുറച്ചായി ഒരു മീ ടൈം ഞാൻ നോക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഷോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്രോപ്പർ കോർഡിനേഷൻ കാണുമായിരിക്കും. പക്ഷേ ഇന്ന് എൻ്റെ മൈൻഡിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആലോചിച്ചു, ഓക്കെ, ഇന്ന് ലൈക്ക് നമുക്ക് നമ്മുടെ ബോഡി ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ട. ആക്ച്വലി എൻ്റെ ബോഡി എന്നോട് പറയുന്നുണ്ട്, മനീഷ മോളെ റെസ്റ്റ് എടുക്കൂ, ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഫ്ലാറ്റിൽ തന്നെ ഇരുന്ന് തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ ഉറങ്ങി ഇന്നത്തെ ദിവസം നശിപ്പിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡേ വേണ്ട ആക്ച്വലി. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, നമുക്ക് ഇന്ന് ഒരു പ്ലാനില്ല, നമുക്ക് ഇന്ന് ലുലു മോളിൽ പോവാം. അവിടെ പോയതിന് ശേഷം ഈ പറയുന്നില്ല പ്രത്യേകിച്ച് കോർഡിനേഷനും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് അവിടെ പോവാം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യാം. ഷോപ്പ് ചെയ്യാം, ഫുഡ് കഴിക്കാം, മൂവിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. കാരണം അവിടെ ചെന്നിട്ട് എന്താണ് എൻ്റെ ബോഡി പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഓവർ ഹെക്റ്റിക് ആവാതെ ഭയങ്കര കാം റിലാക്സ്ഡ് ആയിട്ടൊരു ഡേ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബോഡി അധികം ഒന്നും നമുക്ക് സ്ട്രെയിൻ ചെയ്യണ്ട. സോ നമുക്ക് ലുലു പോയിട്ട് പ്ലാൻ ചെയ്യാം എന്താ എന്ന്. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇതേ ഉള്ളൂ, ഒരു ഡേറ്റ് വിത്ത് മൈ സെൽഫ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കാനുള്ള മെയിൻ റീസൺ ആരാണെന്നറിയോ? എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ പുള്ളിക്കാരനാണ്. കാരണം എൻ്റെ ടി വി ആക്ച്വലി 1 വീക്ക് ബാക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഗ്രീൻ സ്ക്രീനായി. പിന്നെ അതിൽ നിന്ന് പെട്ടെന്നൊരു റെഡ് ടോണിലേക്ക് മാറി. ദെൻ ഓട്ടോമാറ്റിക്കായി അത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടി വി ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. സോ ഇന്ന് രാവിലെ സാംസങ്ങിൻ്റെ ടീം വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ടി വി സാംസങ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ വന്ന് ടി വി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ടി വിയുടെ ഹാർട്ട് അടിച്ചു പോയി. യെസ്, ടി വിയുടെ ബോർഡ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ടി വിയുടെ ബോർഡൊക്കെ മാറ്റി. ഇപ്പം പുള്ളിക്കാരൻ എല്ലാം ഓക്കെ ആയി, ബാക്ക് ടു ട്രാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പാരഗണിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡും വന്നു. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചു, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് റെഡിയായി ലുലുവിൽ പോവാം. ആദ്യം കുറച്ച് ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരിത്തിരി ചമ്മന്തി, ചമ്മന്തി, കുറച്ച് തോരൻ, അതിൻ്റെ കൂടെ ഈ ഉള്ളിച്ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ഈ ഉള്ളിച്ചമ്മന്തി. കൂട്ടത്തിൽ ഒരു ബീഫ് ഫ്രൈ, കുറച്ച് മുട്ട, ഇതും കൂടെ വെച്ചിട്ട് ഈ മുളക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുളക്. ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് കഴിക്കാം. ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ആക്ച്വലി നമ്മൾ ലുലു മോൾ പ്ലാൻ ചെയ്തിട്ട് ഞാൻ സഡൻലി വന്നത് ഫോറം മോളിലാണ്. ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വാഷ്റൂമിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എന്താ പ്രോഗ്രാംസ് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെൻ്റെ ലൈഫിലെ ആദ്യത്തെ സോളോ ഡേറ്റും നല്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പും ഒരുപാട് എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക, ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്യുക, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഫുഡ് കഴിക്കുക, ഇതൊക്കെ ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് കൂടുതൽ ആരെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ എനിക്ക് അത് വൈബൊന്നും അത്രയും ഒന്ന് സെറ്റ് ആവാറില്ല പൊതുവേ. എനിക്ക് കൂടുതലും ഒറ്റയ്ക്ക് പോവുക, അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റില്ല. ഇതാട്ടോ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് ഒരു ഫോർമൽ വെയർ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ H&M പോയി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈബും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
അതിനുശേഷം നേരെ പോയത് നൈക്കയിലോട്ടോ. എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങണമെന്ന് കുറേ നാളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ വാങ്ങുമ്പോൾ എത്രത്തോളം അത് നമുക്ക് നമ്മുടെ സ്കിൻ ടോണായിട്ട് മാച്ച് ആവുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നൈക്കയിൽ പോയിട്ട് ബോബി ബ്രൗണിൻ്റെ കുറേ ഷെയ്ഡ്സ് ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഷെയ്ഡ് ഞാൻ 2 സൈഡിൽ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ്. അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ ഫേസിന് ഏതാണ് കറക്റ്റ് മാച്ച് ആവുന്നതെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ ബോബി ബ്രൗണിൻ്റെ വാങ്ങിയത്. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ് ആട്ടോ ആൾഡോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹാൻഡ് ബാഗ്സ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഈ ഒരു ബ്രാൻഡാണ്. എൻ്റെ ബാഗ് കളക്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് ഈ ഒരു ബ്രാൻഡ് എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഇത് ഏതൊരു ഷോപ്പിംഗ് മോളിൽ കണ്ടാലും ഞാൻ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും. എനിക്ക് അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കളക്ഷൻസ് പുതിയ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ നോക്കി നമുക്ക് പിന്നെ വാങ്ങാം. ഓക്കെ, അവിടെ നേരെ ഞാൻ പോയത് സ്റ്റാർബക്സിലാട്ടോ. ഈ ഇടയായിട്ട് എനിക്കൊരു ഹോട്ട് ചോക്ലേറ്റ് പ്രാന്ത് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. തുടങ്ങിയിട്ടുണ്ടോ എന്നല്ല, എനിക്ക് ഈയിടെയായിട്ട് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ചെറിയൊരു പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർബക്സിൽ പോയി ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാംഗോയുടെ എന്തൊരു പേസ്ട്രിയുടെ സംഭവം ഉണ്ടായിരുന്നു. അയ്യോ, അതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ. മാംഗോ ഫ്ലേവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം സ്വീറ്റ് ആണെന്നാണ് കേട്ടോ. പക്ഷേ ആയിരുന്നില്ല, ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന സ്വീറ്റ് എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ, കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്ന ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. എന്തായിരുന്നു എന്ന് പറയാം, എന്ത് ടേസ്റ്റ് ആയിരുന്നു. നല്ല തിക്നെസ്, നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. അവിടെ നിന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഞാൻ നാട്ടിൽ വന്ന് കുറേ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ തന്നെ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് എങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റാർബക്സിലെ കൊള്ളാം കേട്ടോ, നൈസായിരുന്നു. എന്തായാലും നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ നല്ല ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് സ്റ്റാർബക്സിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ ആലോചിച്ചു ഓക്കെ ദെൻ ബോബി ബ്രൗണിൻ്റെ ലിപ്സ്റ്റിക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾ പറയും ഈ ഷെയ്ഡ് എങ്ങനെയുണ്ട്? എനിക്ക് എൻ്റെ സ്കിൻ ടോൺ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ടോൺ എനിക്ക് ചേരുമെന്നും. ഓക്കെ, എന്തായാലും ഈ ടോൺ ഏതാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു സോളോ ഡേറ്റ് പോയത്. ഞാൻ അധികം വോയിസ് ഓവർ അന്ന് ചളവാക്കണ്ടെന്ന് വിചാരിച്ചു. അതിനേക്കാളും നല്ലത് നിങ്ങൾ കണ്ട് ഫീൽ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം വോയിസ് ഓവർ ഒന്നും തരാഞ്ഞത് കേട്ടോ. ഫൈനലി ഞാൻ വിചാരിച്ചു മൂവിക്ക് പോകാമെന്ന്. എൻ്റെ ബോഡി പക്ക ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ നല്ല എനർജറ്റിക് ആയിരുന്നു. എന്തായാലും വന്നതല്ലേ, ഫൈനലി നമുക്കൊരു മൂവിയും കൂടെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൂവിക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സത്യം പറഞ്ഞാൽ മൂവിക്ക് പോയപ്പോൾ വല്ല ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ ആയി പടമൊന്നും ഇറങ്ങിയിട്ട്, അതുകൊണ്ട് അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ പോയി കുറച്ച് നേരം ഇന്ന് മൂവിയൊക്കെ കണ്ട് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതേപോലെ സോളോ ഡേറ്റ്സ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടോ, ഇനി തൊട്ട് പോവുകയാണെങ്കിൽ ഞാൻ എടുക്കാം. ആക്ച്വലി സോളോ ഡേറ്റിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ ഈ മീറ്റ് ടൈമിൽ കൂടുതലും ഈ ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്നത് വീണ്ടും സ്ട്രെയിൻ ആയിട്ടുള്ള കാര്യമല്ലേ, അപ്പോഴും നമുക്ക് മീറ്റ് ടൈം ആവുന്നില്ലല്ലോ. പക്ഷേ
എന്തോ ഞാൻ വിചാരിച്ചു ഈ തവണ ഞാൻ ഇതേപോലെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി സോളോ ഡേറ്റ് വ്ളോഗ് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടെ, ഞാൻ ഇതേപോലെ സോളോ ഡേറ്റ്സ് എടുക്കാം. ഈ പറയുന്ന പോലെ വളരെ കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. സീ യു സൂൺ.